അങ്ങനെ ഞാനും വാങ്ങി പോക്കറ്റിലിടുന്ന പോക്കറ്റ് കാർപ്പറ്റ്. ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത്. ഞാനിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി പോയി. അപ്പോൾ ആ ഷോപ്പിങ്ങിന് വേണ്ടി പോയ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ. അങ്ങനെ എല്ലാവരും ടെമ്പറേച്ചർ നോക്കിയതിന് ശേഷമാണ് അവരകത്തേക്ക് കയറ്റി വരുന്നത്. ഞാൻ എൻ്റെ ടെമ്പറേച്ചർ നോക്കി അവിടെ ഉണ്ടായിരുന്ന ഗ്ലൗസൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ അകത്തേക്ക് കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റി. എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് മാസ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്കിൻ്റെ സെക്ഷനിലേക്ക് നടന്നു. അപ്പോൾ മാസ്കിന് തൊട്ടടുത്തുള്ള ഒരു വെള്ള പാക്കറ്റുകൾ ഞാൻ കണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനതിങ്ങനെ എടുത്തു നോക്കി. അപ്പോൾ അതിൽ പ്രയർ മാറ്റ് എന്ന് എഴുതി കണ്ട്. ഞാൻ വിളിച്ച് പ്രയർ മാറ്റോ, ഇത്രയും ചെറിയ പാക്കറ്റിലാണ്. അത് ഞാനിങ്ങനെ ശരിക്കും എടുത്ത് നോക്കി. പോക്കറ്റ് കാർപ്പറ്റ് എന്നൊക്കെ എഴുതി കണ്ട്. അപ്പോൾ ഇതെന്താണ് ഒരു എനിക്കെന്താ അപ്പം അതിനെ പറയും, ഒരു ശുഷ്കാന്തി എനിക്ക് വന്നത്. എങ്ങനെ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അറിയാനുള്ളൊരു ശുഷ്കാന്തി വന്നു. അതെനിക്ക് എടുക്കാണ്ട് പോരാൻ മനസ്സ് വന്നില്ല. വില നോക്കിയപ്പോൾ അതൊരു ബോക്സിന് 24 ദിറംസാണ് അതിലിട്ടിട്ടുള്ളത്. അത് നമ്മൾ പീസായിട്ട് എടുക്കുമ്പോൾ 50 ഫിൽസേ വരുന്നുള്ളൂ. ഞാൻ എന്തായാലും വേണ്ടില്ല, ഒരു 2 എടുക്കാം, ഒരു ദിറംസല്ലേ ആവുള്ളൂ, ഒരു 2 എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാനതിൻ്റെ ട്രോളിയിലേക്ക് ഇട്ട് പിന്നെ എല്ലാ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എല്ലാം സാനിറ്റൈസ് ചെയ്ത് വേഗം എടുത്തു വെച്ച്, പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തതേ എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിന് മുമ്പ് എന്തൊക്കെയാണ് ഇതുപോലെ എഴുതിയിട്ടുള്ളത് നോക്കാം. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞൊരു പാക്കറ്റ്. കുട്ടികളെ ബേബി വൈപ്സിൻ്റെ അത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞേ പാക്കറ്റ്. ഇത് വേണ്ട, ഡിസ്പോസിബിൾ പ്രയർ മാറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. സൈസ് ഭയങ്കര ചെറുതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. 60x115 സെൻറ്റിമീറ്റർ. പിന്നെ മെയ്ഡ് ഇൻ ടർക്കി അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതുമേലൊന്നും എഴുതിയിട്ടില്ല. ഇതന്നെ ഉള്ളൂ. ഇത് കണ്ട, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണിത്. ഇങ്ങനെയാണ് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് പൊട്ടിച്ച് നോക്കാം. ഇത് തൊടുമ്പോൾ നേരിയൊരു ഒരം ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊക്കെ ബേക്കറിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് തരുന്ന കവറില്ലേ, ആ കവറ് തൊടണ ഒരു ഫീലിംഗ് ആട്ടോ. സെയിം ആ ഒരു ഒരം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തുറന്നപ്പോൾ ഒരു നേരിയൊരു മണവും ഉണ്ടായിരുന്നു ഇതിന്. ഇത് കണ്ട, ഇത്രയും നൈസാണ്. സെയിം അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിനി ഞാനിതിൽ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ മടക്ക് നിവർത്തുമ്പോൾ തന്നെ ഇതുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ താഴെ നിസ്കാരപ്പായ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതും അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ എൻ്റെ നിസ്കാരപ്പായ വിരിച്ചിട്ടുള്ളത്. ഇത് കണ്ടില്ലേ, എൻ്റെ നിസ്കാരപ്പായും ഈ നമ്മുടെ ഡിസ്പോസിബിൾ പ്രയർ മാറ്റും ഒരേ അളവാണ്. ഇച്ചിരി വീതിയിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ശരിക്കും ഈ ഒരു സമയത്ത് ഈ ഡിസ്പോസിബിൾ പ്രയർ മാറ്റ് ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു കൊറോണയുടെ ഈ ഒരു സമയത്ത് പള്ളികളും അടച്ചിട്ടിരിക്കുകയാണ്. റമദാൻ മാസവും നിസ്കരിക്കാനോ ആക്കാനോ ആൾക്കാർ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഒരു പോക്കറ്റ് കാർപ്പറ്റ് ശരിക്കും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആർക്കെങ്കിലും ഉപകാരമാവും എന്ന് കണ്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തുതന്നെ ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.